എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ ഐഡിയൽ എഫ്എമ്മിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ഐഡിയൽ സ്കൂളിൽ മാത്രമല്ല, കേരളത്തിന്റെ അഭിമാന താരവും സ്വർണ്ണ മെഡലുകൾ വാരിക്കൂട്ടിയ പ്രതിഭയുമായ മോഹസിൻ ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം. ഈ സ്ഥാനത്ത് എത്തിച്ചേരാൻ ആരാണ് പ്രചോദനമായത്? എന്റെ ഉമ്മ ഈ സ്പോർട്സ് ഫീൽഡിലുണ്ട്. അപ്പോ ഉമ്മക്ക് കുറെ പരിമിതികൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല സ്പോർട്സ്. അപ്പൊ എന്റെ ചെറുപ്പത്തിൽ തന്നെ സ്പോർട്സിനോടുള്ള താല്പര്യം കാരണം ഉമ്മനെ സ്പോർട്സിലെ ഫീൽഡിലേക്ക് വിട്ടതാണ്. ഉമ്മയാണ് പ്രചോദനമായിട്ടുള്ളത്. ചേട്ടന്റെ നാട് എവിടെയാണ്? ഐഡിയൽ സ്കൂളിൽ LKG മുതൽ പഠിച്ചിരുന്നു. എന്റെ വീട് ഇവിടെ തവനൂർ അടുത്ത് തന്നെയാണ്. LKG മുതലല്ല, 8th മുതൽ കോളേജ് ഫസ്റ്റ് ഇയർ വരെ ഐഡിയൽ തന്നെയാണ് പഠിച്ചത്. കുറെ മെഡലുകൾ മേടിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെ ഇനങ്ങളിലാണ് മെഡലുകൾ മേടിച്ചിട്ടുള്ളത്? എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ? ഞാൻ 8ാം ക്ലാസ്സിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഫസ്റ്റത്തെ 8ാം ക്ലാസ്സിൽ നമുക്ക് മെഡലൊന്നും ഇല്ല. പിന്നെ 9ാം ക്ലാസ് മുതലാണ് എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ട്രിപ്പിൾ ജമ്പാണ് ചെയ്യുന്നത്. പിന്നെ 10th നിന്നാണ് എനിക്ക് ആദ്യമായിട്ടൊരു നാഷണൽ മെഡൽ എന്ന് പറഞ്ഞ ഒരു മെഡൽ സൗത്ത് സോണില് ബ്രോൺസ് വരുന്നത്. പിന്നെ അങ്ങോട്ട് ടോമി സാർ ഇങ്ങോട്ട് ഐഡിയലേക്ക് വരികയും പിന്നെ അങ്ങോട്ട് കരിയർ ചേഞ്ചിങ് ആയിരുന്നു. ബ്രോൺസ് എന്നുള്ളത് നാഷണൽ ഒരു ഗോൾഡ് വരെ എത്തി. പിന്നെ സ്കൂൾ നാഷണൽസ് ഒരു 3 ഗോൾഡ് എത്തി. ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ മീറ്റിനുള്ളിൽ വേൾഡ് യൂണിവേഴ്സിറ്റി ക്വാളിഫൈ ആയിട്ടുണ്ട്. മറക്കാനാവാത്ത ഓർമ്മ എന്ന് പറഞ്ഞാൽ, ഞാന് +2 പഠിക്കുമ്പോൾ സ്കൂൾ നാഷണൽസ് പോകുമ്പോൾ 3 ഇവന്റാണ് എനിക്കുള്ളത്. അപ്പോ അതില് ട്രിപ്പിൾ ജമ്പിന്റെ സമയത്ത് എനിക്ക് ഇഞ്ചുറി പറ്റിണ്ടായിരുന്നു കാലിന്. ഇഞ്ചുറി പറ്റിയ സമയത്ത് ഞങ്ങള് എങ്ങനെ ചെയ്യുമെന്ന് അറിയാണ്ട് ഞാനും സാറൊക്കെ വിഷമിച്ചിരിക്കുന്ന ടൈമിലാണ് ഒരു ഭാഗ്യം പോലെ ആ ഇവന്റിലും ഗോൾഡ് വരാൻ പറ്റിയത്. പിന്നെ വേറെ അനുഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് കഴിഞ്ഞ ഒരു ഓൾ ഇന്ത്യ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതൊരു ഒളിമ്പ്യന്മാരൊക്കെ ആയിരുന്നു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു മെഡൽ എന്നുള്ള ഒരു പേരെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോയത്. അവിടുന്ന് എനിക്ക് ഗോൾഡ് എന്റെ ബെസ്റ്റ് പെർഫോമൻസ് ചെയ്തിട്ടാണ് ഞാൻ വേൾഡ് യൂണിവേഴ്സിറ്റിയിൽ ക്വാളിഫൈ ആയിട്ടുള്ളത്. ഇനി ചേട്ടന് ഭാവിയിൽ ആരാവാനാണ് താല്പര്യം? ഭാവിയിൽ ആരാവണമെന്ന് വെച്ചാൽ ഒരു ഇന്റർനാഷണൽ മെഡലിസ്റ്റ്, അതേപോലെ ഒരു ഒളിമ്പിക്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇന്ത്യക്ക് ഒരു ഗോൾഡ് മെഡൽ നേടാനാണ് ആഗ്രഹം. ഓൾ ഇന്ത്യ ലെവൽ വരെ മെഡൽ മേടിച്ചല്ലോ. എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? ഭാവി പരിപാടികൾ എന്ന് പറഞ്ഞാൽ, എനിക്ക് അടുത്ത മാസം 28-ന് ഞാൻ JSW എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് സ്പോർട്സിന് മാത്രമായിട്ടുള്ള. അവിടെയാണ് ഇനി വർക്ക്ഔട്ട് ചെയ്യുന്നത്. പിന്നെ നേവിയിലെ ട്രയൽസിന് വിളിച്ചിട്ടുണ്ട് എന്നെ, നേവി ജോബിന്. അപ്പൊ അതിന് കയറിയിട്ട് ബാക്കി അവിടെ നിന്നാണ് ചെയ്യുന്നത്. ഞങ്ങളും കിഡ്സ് അത്ലറ്റിക് മീറ്റിൽ ഓവറോൾ മേടിച്ചു. എന്താണ് ചേട്ടന് ഞങ്ങളോട് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചോളം നിങ്ങളിപ്പോ എത്തിപ്പെട്ടിട്ടുള്ള ഒരു നല്ലൊരു പ്ലേസിലാണ്. ഇപ്പോൾ ഇവിടെ ഫെസിലിറ്റീസ് ആയാലും വർക്കൗട്ട് ആയാലും സ്പോർട്സിന് പറ്റിയൊരു ഒരു സ്ഥാപനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോ ഐഡിയലാണ് നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. എൻ്റെ കരിയറിൽ എനിക്ക് നിങ്ങളെ ഏജിലൊന്നും ഇങ്ങനത്തെ സപ്പോർട്ടും അതേപോലെ വർക്കൗട്ടും ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളെ ഈ ഏജിൽ തന്നെ ഇങ്ങനെ ഇത്ര ഹൈ ഫെസിലിറ്റീസ് ഒക്കെ ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെക്കാട്ടും നല്ലൊരു അത്ലറ്റ് ആയിട്ട് മാറാൻ പറ്റും. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഐഡിയൽ എഫ്എമ്മിൽ തിരക്കിൽ നിന്നും തിരക്കിലോട്ടോടുന്ന ഗോൾഡ് മെഡലുകൾ വാരിക്കൂട്ടിയ വേൾഡ് യൂണിവേഴ്സിറ്റി തലം വരെ എത്തിച്ചേർന്ന മോഹസിൻ ചേട്ടനാണ്. ചേട്ടൻ ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത് സ്വർണം നേടാനുള്ള അവസരം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ അതിഥി വരുന്നത് വരെ നന്ദി, നമസ്കാരം.